അബ്ദുൾ, ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വാക്ക് ഉപയോഗിച്ചതിൽ വന്നൊരു പിശകാണ്. ലക്ഷ്യം വെച്ചത് BJP-യും NDA-യും ആണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് ഘടകം ആ ഒരു വാക്ക് പ്രയോഗിച്ചതിലൂടെ, അതായത് BD-യും ബീഹാറിലും രണ്ടിലും B ഉണ്ട് എന്നൊരു പോസ്റ്റ് ഇട്ടതോടുകൂടി ആകെ രാഷ്ട്രീയം മാറി മറിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി അതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ബീഹാർ സർക്കാരാണ്. അവിടുത്തെ ഓരോ നേതാക്കളും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഒരു വാക്ക് ഉപയോഗിച്ചതിലെ ഒരു പിശക് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിയിട്ടിരിക്കുകയാണ് അല്ലേ? സിന്ധൂരി, തീർച്ചയായും BD-യുടെ GST കുറച്ചതിനെ ബീഹാറുമായി ചേർത്തുള്ള KPCC-യുടെ പോസ്റ്റാണ് വലിയ വിവാദങ്ങളിലേക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ KPCC-യുടെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ബീഹാറിനെ, സംസ്ഥാനത്തെയും ബീഹാർ ജനതയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു പോസ്റ്റിൽ കൃത്യമായി തന്നെ BD-യെയും അതോടൊപ്പം ഈ സംസ്ഥാനത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. എന്തായാലും ഈ പോസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യത്തിലും അതോടൊപ്പം മഹാഗഡ്ബന്ധനിലും വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ സംസ്ഥാനത്തിനകത്തെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം RJD നേതാവ് തേജസ്വി യാദവും ദിവസങ്ങളോളം നടത്തിയിട്ടുള്ള വോട്ടർ അധികാർ യാത്രയിൽ വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ GST നിരക്കുമായി ബന്ധപ്പെട്ട KPCC-യുടെ ഒരു പോസ്റ്റ് വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പോസ്റ്റ് വന്നതിന് ശേഷം കോൺഗ്രസ് മാപ്പ് പറയണം, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് ഘടകം മാപ്പ് പറയണമെന്നൊരു ആവശ്യവുമായാണ് RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം പരാമർശങ്ങളും പോസ്റ്റുകളും അപലപനീയമാണ്. ഇത്തരം പോസ്റ്റുകളെയും അതോടൊപ്പം നിലപാടുകളെയും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്തുണക്കാനോ ആകില്ല എന്നുള്ളൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ RJD വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം RJD-ക്കൊപ്പം ബീഹാറിലെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കളും കേരള കോൺഗ്രസിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പോസ്റ്റ് സംസ്ഥാനത്തെ തന്നെ അപമാനിക്കുന്ന തുല്യമാണെന്ന് കോൺഗ്രസിന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള സയ്യിദ് നസീർ ഹുസൈൻ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെയും ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിനെയും അതോടൊപ്പം കോൺഗ്രസിനെയും വിവിധ നേതാക്കളെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ KPCC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ GST-യുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് KPCC പിൻവലിച്ചെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിലും പ്രത്യേകിച്ചും ബീഹാറിൽ മഹാഗഡ്ബന്ധനിലൊക്കെ തന്നെയും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 ദിവസത്തോളം വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ അതീവ ശക്തമായി തന്നെ നടക്കുകയും പിന്നീട് ഈ വോട്ടർ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിരോധം BJP-ക്കെതിരെ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ശുഭ പ്രതീക്ഷയിലാണ് കോൺഗ്രസിൻ്റെ എല്ലാ നിലപാടുകൾക്കും തുരങ്കം വെക്കുന്ന ഒരു സമീപനം ഇപ്പോൾ KPCC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ KPCC നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പോസ്റ്റ് വരികയും പിന്നീട് വിവാദമായതിനു ശേഷം പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും RJD-യും അതോടൊപ്പം കോൺഗ്രസിന്, പ്രത്യേകിച്ചും ഈ ബീഹാറിലെ കോൺഗ്രസിനകത്ത് വലിയ വിമർശനം ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. റഷീദ്, ഇപ്പോൾ നമുക്കറിയാം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. ഈ ഒരു അവസരത്തിലാണ് ഈ KPCC-യുടെ പോസ്റ്റ് ഈ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള RJD-യെ അടക്കം പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവിടുത്തെ JD-യും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ അതിൻ്റെ? നിലവിൽ അതുമായി ബന്ധപ്പെട്ട BJP-യുടെയോ അല്ലെങ്കിൽ BJP നേതാക്കളുടെയോ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു KPCC-യുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് അത് ഒരു രാഷ്ട്രീയ മുതലാക്കാൻ തന്നെ ആയിരിക്കും BJP മുന്നോട്ട് വരിക. പ്രത്യേകിച്ചും നവംബർ 22-ന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ വിവാദങ്ങളൊക്കെ തന്നെയും ഒരു രാഷ്ട്രീയമായി കണക്കാക്കിക്കൊണ്ട് കോൺഗ്രസിനെതിരെയും RJD-ക്കെതിരെയും തിരിച്ചടിക്കാനുള്ള ഒരു സമീപനമായിരിക്കും BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. നേരത്തെ തന്നെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനെതിരെ ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷം BJP-യും NDA ഘടകങ്ങളൊക്കെ തന്നെ ഈ ബന്ദ് നടത്തുകയും അതോടൊപ്പം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലേക്കാണ് ഇപ്പോൾ KPCC BJP-ക്ക് ആയിക്കൊണ്ട് ഒരു വടി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അത് കോൺഗ്രസിന് RJD-ക്കെതിരെയും ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു ആയുധമാക്കിക്കൊണ്ട് BJP ഇതിനെ എടുക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ നിതീഷ് കുമാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റു BJP നേതാക്കൾ
നേതാക്കളുടെ ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യത ഒക്കെ തന്നെയും മുന്നിൽ കാണുകയാണ്. ഈ ഒരു പ്രതിസന്ധി AICC-ക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഈ KPCC-യോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് തേടണമെന്നുള്ള കാര്യം ചില AICC ജനറൽ സെക്രട്ടറിമാരും ഇപ്പോൾ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായാലും KPCC വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിനൊക്കെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അതേസമയം AICC ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിലും ബീഹാറിലെ മഹാഗഡ്ബന്ധിലും വലിയ പ്രതിരോധത്തിൽ ആകുന്ന സാഹചര്യമാണുള്ളത്. തേജസ്വി യാദവ് തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും കേരളത്തിലെ കോൺഗ്രസ് ഘടകം രാജിവെക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ KPCC-യുടെ ഒരു പോസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ വിഷയത്തിൽ മാപ്പ് പറയണം എന്നൊരു നിലപാട് തന്നെയാണ് RJD തുടരുന്നത്. ശരി, വ്യക്തമാണ് അബ്ദുൾ റഷീദ്. എന്തായാലും ബീഹാറിനെ വീഡിയോട് ഉപമിച്ച ആ ഒരു പ്രയോഗത്തിലൂടെ KPCC ആകെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കിട്ടിയ ഒരു അവസരം NDAയും BJPയും ശക്തമായ രീതിയിൽ ബീഹാറിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.